എനിക്ക് ആ ഒരു ബന്ധത്തിനോട് താല്പര്യമില്ല. ഒരാളായിട്ട് ഞാൻ ടിക്ടോക്കിലെ ഒരു ഊളകളായിട്ടും ഒരു സ്ത്രീകളായിട്ട് കണക്ഷൻ വെക്കൂല. നന്നായിട്ട് അറിയാം. അല്ല ആപ്പിൾക്ക ആ ഒരു കാര്യത്തിൽ ബിജി കഴിഞ്ഞിട്ട് ബിജിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ ആപ്പിൾക്കൊക്കെ എന്നെ എപ്പോഴും ഞാൻ ഫ്രണ്ട് പോലും ഒരു രീതിയിൽ ഒരു PM പോക്കോ ഒന്നുമില്ല. എന്നിട്ട് ഡയറക്റ്റ് തമാശ പറയും, മുത്തേ ഉമ്മ അതൊക്കെ പറയും. അത് പബ്ലിക്കായിട്ട് പറയണം, പരസ്യമായിട്ട് ഞാൻ സെക്സ് പറയണേ. അല്ലാണ്ട് ഒരുത്തനെ വിളിച്ചിട്ട് വീഡിയോ കോൾ സെക്സ് പറയണില്ലല്ലോ, പബ്ലിക്കായിട്ട് പച്ചയ്ക്കാ പറയണേ. എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധത്തിനോട് താല്പര്യമില്ല, ഒട്ടും ഇഷ്ടമല്ല. ഒരു അഫെയർ കൊണ്ട് വെക്കാൻ പേടിയാ. പാത്തും പതിനും ജനക്കാത്തത് പബ്ലിക്കായിട്ട് സെക്സ് പറഞ്ഞു നോക്കിയേ, അതാ നല്ലത്. ബിജു ഇരുപ്പാണ്. വേറെ ഐഡിയയിൽ വന്നോ? എത്രയോ പെണ്ണുങ്ങള് നല്ല പുട്ടിയിട്ട് ഫിൽറ്ററും ഇട്ട് ഊഞ്ഞാലോ ആടി പുതിയ ഡ്രസ്സും ഇട്ടിട്ട് എന്തെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവരൊക്കെ അവരുടെ ബാക്കിൽ എന്തൊക്കെയായിരിക്കും കഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരുടെ ബാക്കിൽ എന്തായിരിക്കും? നിങ്ങൾ അവരുടെ ബാക്കിൽ സഞ്ചരിച്ചു നോക്ക്. ചിലർ ലെസ്ബിയനായിരിക്കും, ചിലർ പാത്തും പതുങ്ങി വലിയ വലിയ ഹോട്ടലുകളിൽ പോയിട്ട് പണി കൊടുക്കുന്നവരായിരിക്കും, ചിലപ്പോൾ വണ്ടിയിലിരുന്ന് കുണ്ണം മൂഞ്ചുന്നവളമാരായിരിക്കും, വണ്ടിയിലിരുന്ന് സീറ്റ് താത്തി പണ്ടുന്നവന്മാരായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കും. ഹോട്ടൽ റൂം കിട്ടിയില്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ വല്ല ബീച്ചിൻ്റെ ഉള്ളിൽ. ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാൻ കാശില്ലാത്ത മൈരന്മാരാണെങ്കിൽ എന്താക്കും, വണ്ടിയിൽ ഇരുന്നേക്കും ചെയ്യുക. അണ്ടിമ പിടുത്തം, മുലയമ പിടുത്തം, ഇതൊക്കെ നമ്മളതിനൊന്നും കിട്ടില്ല. എനിക്കിഷ്ടമല്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കൊരാഗ്രഹമുണ്ട്, വണ്ടിയിലിരുന്ന് എങ്ങനെയാന്ന് അത് നോക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു ആളെ കിട്ടിയിട്ടില്ല. എനിക്ക് വേണം. എടാ സച്ചു, സത്യം ചോദിച്ചു നമുക്ക് ആരുമില്ല. എടാ സച്ചു, എല്ലാവരും പറഞ്ഞേക്കാം. എൻ്റെ സ്പായൊരു ലേഡി ഉണ്ടായിരുന്നു. അവള് ഇങ്ങനെ പുറത്തു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തുപോയി. ഞാൻ ആ ബുർജുമാലിരുന്നപ്പം അപ്പോൾ അവളുടെ ഒരു ബോയ് ഫ്രണ്ട് വേറെ ഉണ്ട്, ഒരു ഫ്രണ്ട്. എന്നിട്ട് അവൾ പറയാ വണ്ടിയിലിരുന്ന് ചെയ്യുമെന്ന്. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. വണ്ടിയിലിരുന്ന് ബന്ധപ്പെടാൻ പറ്റുമോ? വണ്ടി കുലുങ്ങില്ലേ? അയ്യോ ഡേഞ്ചർ. കാറിൽ കോളേജിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ പൊക്കിയില്ല എന്നേ ഉള്ളൂ. ഞാനും ട്രൈ ചെയ്തിട്ടില്ല കാറിൽ. ഞാനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി കിടന്നു കുലുങ്ങും. അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് മൊട്ടയമ്മ പിടിച്ചിട്ടുണ്ട്, ഒരു പാകിസ്ഥാനിയുടെ. ഞാൻ സത്തുവിൽ വന്ന സമയത്ത്, ദുബായിൽ വന്ന സമയത്ത് സ്ഥിരമായിട്ട് എന്നെ പിക്ക് ചെയ്യുമായിരുന്നു ഒരു വ്യക്തി. മൊട്ടയും ഞാൻ പിടിച്ചിട്ടില്ല. അപ്പൊ വണ്ടിയിൽ നമ്മൾ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞ കഥ ഓർമ്മയില്ലേ? വെച്ചു വണ്ടി ഓടിക്കും. പാകിസ്ഥാനി മൊട്ടയമ്മ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ മുടിയിട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത്, ഇതിങ്ങനെയാണ്. അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഇങ്ങനെ ഇരിക്കും. അവന് വേണം, ഞാൻ ഇങ്ങനെ ഇരിക്കും, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കും. അവൻ മൊട്ടയമ്മ ഇങ്ങനെ പിടിക്കും. അപ്പൊ ഞാൻ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കും. അല്ലാതെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് വണ്ടിയിൽ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ആ ഒരു അനുഭവം എനിക്കറിയില്ല, വർണ്ണിക്കാൻ അറിയില്ല. വേറെ അല്ല, ഓക്കെ. ഇത് മാത്രം അറിയാത്തതുകൊണ്ട്, ഇതെനിക്ക് ആരും ഞാൻ പിടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ അറിയില്ല എന്താ സംഭവം. ഓരോരുത്തർ പറയണ കേൾക്കാം, വണ്ടിയിലിരുന്ന് ഇതാക്കി എന്നൊക്കെ. പലവരും ഈ ടിക്ടോക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടംപോലെ ലേഡീസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പേര് പറയണില്ല. എനിക്കറിയാം ആരൊക്കെയാണെന്ന്. കുറേ ലേഡീസ് ഉണ്ട്, ഞാൻ നേരിട്ട് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്, ചെയ്യണത് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. ഞാൻ പേര് പറയണില്ല. അവരൊക്കെ ഇപ്പോൾ വലിയ 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 ആൾക്കാരായി. അല്ല സച്ചു, ബട്ട് ആ മുടി അങ്ങ് ആവും. ഇവിടെ കുറേ ലേഡീസ് ഉണ്ട്, എനിക്കറിയാം അവരാരൊക്കെയാന്ന്. ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്, ദൃക്സാക്ഷി ഞാനാണ്. എന്നെ കാവലിരുത്തും. അതല്ലേ സച്ചു? ഞാൻ കാവലാ.
നമ്മളെപ്പോഴും കാവലിരിക്കും. നമുക്കെല്ലാം അറിയാലോ ആരൊക്കെ നമുക്ക് എല്ലാവരും അറിയാം. പക്ഷെ ആ പരിപാടിക്ക് ഞാനില്ല കേട്ടോ. എനിക്ക് ആ പരിപാടി ഇഷ്ടമല്ല. കസേരക്കളി അറിയുമോ ബിജി? അത് ട്രൈ ചെയ്തിട്ടില്ല. അതെങ്ങനെയാ? ഈ വണ്ടിപ്പണി അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ കുറെ ആൾക്കാർ കാവലൊന്നും കൊടുത്തിട്ടുണ്ട്. ആ, അതിൽ വരുന്നുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ എന്നെ കാവലിരുത്തും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. സംഭവം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ല. ആ ഇവിടെ അത്ര സേഫ് അല്ല, പോയാൽ പോലീസ് സ്റ്റേഷൻ അല്ലേ. ആ, പക്ഷെ എന്നാലും ദുബായിൽ നടക്കുന്നുണ്ട് വണ്ടിപ്പണി. കുറെ പെണ്ണുങ്ങൾ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ തോന്നുന്നു കേട്ടോ, പക്ഷെ പണിയെടുക്കലില്ല. വണ്ടിയിൽ നിന്ന് പണിയെടുക്കാൻ പറ്റുമോ? വണ്ടി കുലുങ്ങൂല്ലേ? കുലുങ്ങും. ബാക്കിയൊക്കെ ചെയ്യാൻ തോന്നുന്നു അല്ലേ. കുണ്ണം മുഞ്ഞാലൊക്കെ പറ്റും ആണുങ്ങളുടെ. അതൊക്കെ പറ്റും. അല്ലാത്ത സീറ്റ് ബെൽറ്റ് താത്തിട്ട് കിടക്കാനും പറ്റും തോന്നുന്നു അല്ലേ. ഓ, പക്ഷെ അതിലൊരു സുഖമില്ല. എല്ലാം ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുമോ? വണ്ടി കുലുങ്ങും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്ര കംഫോർട്ടബിൾ ആയിട്ട് വണ്ടിയിൽ. ഒരു ഫ്രീ ആയിട്ട് റൂം കിട്ടിയാൽ ഓക്കെ, പൊളിക്കാം. ഇതിലാരൊക്കെ വണ്ടിപ്പണി ചെയ്തിട്ടുണ്ടോ എന്ന് കൈവദിക്കുമോ പ്ലീസ്? നിങ്ങളോട് അതിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാനാ. എനിക്കറിയില്ല സീരിയസ്ലി. എൻ്റെ മക്കളുടെ സത്യം, എനിക്ക് വണ്ടിയെ കുറിച്ചിട്ടുള്ള സെക്സ് അറിയില്ല കേട്ടോ. വണ്ടിപ്പണി ചെയ്തകൾ ആരെങ്കിലും അനുഭവം ഉണ്ടോ? വണ്ടിയിൽ ഇങ്ങനെ മുട്ടയമ പിടിക്കലോ സത്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം ഇങ്ങനെ എന്നെ പോലെ തുറന്നു പറയുന്ന ആണുങ്ങളായിരിക്കും ഇത്. നിങ്ങളെ ഞാൻ ബിഗ് സല്യൂട്ട് അടിക്കുന്നു. എനിക്കങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ ഇതുവരെയായിട്ടും. കാരണം എന്നെ പോലെ നിങ്ങൾ തുറന്നു പറയുന്നത് ഫേക്ക് ഐഡി ആണെങ്കിൽ പോലും ചേച്ചി ഞാൻ വണ്ടിയിൽ വെച്ച് പണി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എനിക്കിട്ടൊരു ബിഗ് സല്യൂട്ട്. അതാണ് ആണുങ്ങൾ. സത്യം നമ്മൾ തുറന്നു പറയും. ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് അറിയുമെങ്കിൽ ഞാൻ എന്നെ ലൈവിൽ പറയുമായിരുന്നു. എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരുത്തനെ പോലും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല. ചെയ്തെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ എക്സാമ്പിൾ ചെയ്തേനെ. ഇഷ്ടമല്ലാവും. പക്ഷെ ഒരുപാട് പെണ്ണുങ്ങൾക്ക് കാവലിരുന്നിട്ടിട്ടാ ഒരുപാട് ലേഡീസിന് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ടിക്ടോക്കിൽ ഗെയിം കളിക്കുന്ന പല സ്ത്രീകൾക്കും ഞാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൂടെ എന്നെ കാവൽ നിർത്തിച്ചിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുമുണ്ട് എന്നെയും കൊണ്ട്. പക്ഷെ ഞാനത് കാരണം അവർ നമ്മൾ ഉപദ്രവിക്കില്ല അവർ. കാരണം അവർക്ക് പേടിയാ. വിജി ഇൻ കേസ് പുറത്ത് പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് എനിക്കവരോട് താല്പര്യമില്ല കേട്ടോ, പറയില്ല കേട്ടോ. നമ്മൾ മറ്റുള്ള കാര്യം നമ്മൾ പുറത്തൊന്നും പറയില്ല. അതുകൊണ്ട് അവരെത്ര ഗെയിം കളിച്ചാലും അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ.